അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയ മത്തി വറുത്തതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വരൂ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ അമ്മ മത്തിയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ് അതിൻ്റെ ബാക്കിയുള്ള തലയൊക്കെ ഞങ്ങളുടെ വീട്ടിലെ പട്ടിക്കുട്ടികൾക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ കഴിക്കുന്നത് 2 പെൺപട്ടിക്കുട്ടികളാണ് ഇപ്പോൾ മത്തിയുടെ തല കഴിക്കുന്നത്. ഇനി നിങ്ങൾ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത കൂട്ടിലുള്ള 3 പട്ടിക്കുട്ടികളുണ്ട്, അത് ആൺകുട്ടികളാണ്. അപ്പോൾ അവർക്കും തല കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കൂടി ഇതൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ മത്തി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇനി ചേർക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പാണ് ഇനി ചേർക്കാനുള്ളത്. അത് നമ്മുടെ ആവശ്യമനുസരിച്ച് ചേർക്കാം. ഇവിടെ 2 സ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ലാസ്റ്റ് ചേർക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതൊന്ന് ഉടയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിനീഗർ കൂടി ചേർത്ത് അതൊന്ന് കുഴയ്ക്കുക. അതൊന്ന് കുഴച്ചതിന് ശേഷം നമുക്കത് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടാവാൻ നോക്കാം. അങ്ങനെ ഓയിൽ ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഓരോ മത്തി വീതം ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാ മത്തിയും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് അടച്ച് വെച്ച് ഇനി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം വെന്തോന്ന്. വെന്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുക്കാൻ പോകുന്നത് മീനിൻ്റെ മുട്ടയാണ്, അഥവാ മത്തിയുടെ മുട്ട. ഇതുപോലെ തന്നെ ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് അത് ചൂടായി വന്നതിന് ശേഷം ഉപ്പിട്ട് കൊടുത്ത് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വന്നപ്പോൾ ഒന്നത് ഇളക്കി വിട്ടതിന് ശേഷം ആ മീൻ മുട്ട, അതായത് പലിങ്ങെന്ന് പറയും മത്തിയുടെ, അപ്പോൾ അതെടുത്ത് അതിൽ ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് ഫ്രൈ ആയി വരണം. അതൊന്ന് മുരിഞ്ഞ് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ശരിക്കും ആവണമെങ്കിൽ തന്നെ നമുക്ക് 2-3 വട്ടം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് പൊട്ടി വെച്ച് ലാസ്റ്റ് മീൻ മുട്ട അഥവാ മത്തിയുടെ പലിങ്ങി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചോറിനാളെ തയ്യാറെടുപ്പിലാണ്. ചോറിൻ്റെ കൂടെ അവിയൽ, സാമ്പാർ, മത്തി, കൈപ്പയ്ക്ക ഉപ്പേരി, പുളിക്കറി ഇതെല്ലാം ഉണ്ടാവും. അമ്മ ഉണ്ടാക്കിയ മത്തി വറുത്തതും പലിങ്ങേനും കൂട്ടിയാണ് ഞാൻ ചോറിനുണ്ട്. എന്തൊരു ടേസ്റ്റാണെന്നറിയത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഈ മത്തി വറുക്കണേൻ്റെ റെസിപ്പി ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.